അങ്ങനെ കങ്കുവ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമുക്കറിയാം കങ്കുവ സിനിമയിലെ ഏക മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് ടെക്നീഷ്യൻ സൈഡിൽ ഈ സിനിമയുടെ എഡിറ്ററാണ്. നിഷാദ് യൂസഫാണ് ഈ സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ ജാവ, ഉണ്ട തുടങ്ങിയ മലയാള സിനിമകൾ എഡിറ്റ് ചെയ്ത ആളാണ് നിഷാദ് യൂസഫ്. അദ്ദേഹമാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കങ്കുവ സിനിമയുടെ ഒരു ടീസർ അടുത്ത മാസം തന്നെ റിലീസ് ചെയ്യുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. കങ്കുവ റിലീസ് ഉദ്ദേശിക്കുന്നത് 2024 ദീപാവലി റിലീസായിട്ടാണ്. സൂര്യയുടെ കരിയറിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആവുന്ന ഒരു സിനിമയാണ് കങ്കുവ എന്ന് ഇതിനോടകം തന്നെ ഉറപ്പായിട്ടുണ്ട്. കാരണം അത്രയേറെ ആളുകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും സിനിമയുടെ VFX വർക്കുകൾ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ വരാൻ ലേറ്റ് ആവുന്നത്. കങ്കുവ സിനിമ IMAX 3D ഫോർമാറ്റിലും 38 ലാംഗ്വേജിലും റിലീസ് ചെയ്യുമെന്നാണ് ഇതിനോടകം തന്നെയുള്ള റൂമേഴ്സ് പറയുന്നത്. എന്നിരുന്നാലും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ സമ്മാനിക്കാൻ പോകുന്നത് എന്ന് ഇതിനോടകം തന്നെ ഉറപ്പ് പറയാൻ പറ്റും. അടുത്തത് കോളിവുഡിനെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മൂവിയെ പറ്റിയാണ്. വേറൊന്നുമല്ല, ഗോട്ട്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ദളപതി വിജയ് നായകനായ വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗോട്ട്. ലോസ് ഏഞ്ചൽസിലാണ് ഇപ്പോൾ സിനിമയുടെ 60% പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുന്നത്. ലോസ് ഏഞ്ചൽസിൽ തന്നെ പ്രശസ്തമായ ലോല VFX സ്റ്റുഡിയോയിലാണ് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. AI സംവിധാനം ഉപയോഗിച്ച് തമിഴ് സിനിമയിൽ നിന്ന് മൺമറിഞ്ഞു പോയ വിജയകാന്തിനെ സിനിമയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ വിജയുടെ കഥാപാത്രം DAging ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇതിനോടകം തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. എന്തായാലും സിനിമ 2024 സെപ്റ്റംബർ 5-ാം തീയതി റിലീസാണ്. അതുവരെ അക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. LCU ആരാധകർ ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് LCU ഷോർട്ട് ഫിലിം. പിള്ളയാർ സുഴി എന്നാണ് ഇപ്പോൾ ആ ഷോർട്ട് ഫിലിമിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായി ലോകേഷ് സ്ഥിരീകരിച്ച ഒരു പേരല്ല. ഇത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. എന്തായാലും കൈദി 2-ന് മുന്നോടിയായി ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഈ മാസം മെയ് 21-ന് ഈ ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വരും എന്ന് പ്രതീക്ഷിക്കാം. LCUവിന്റെ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും റെഫറൻസ് ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. 40 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഈ ഷോർട്ട് ഫിലിം OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും റിലീസ് ചെയ്യുക എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്ലോട്ട് ലീക്കായേക്കുന്നത് ആടേക്കളത്തിന്റെ കഥയും ഇതിനോടകം തന്നെ മിസ്സിംഗ് ആയ കണ്ടെയ്നറിന്റെ സ്റ്റോറിയും തൊട്ടുള്ള ബിഗിനിങ് സ്റ്റോറി ആയിരിക്കും ഷോർട്ട് ഫിലിമിൽ പറയുക എന്നുള്ളതാണ് ഇതിനോടകം തന്നെ ലീക്കായേക്കുന്ന സ്റ്റോറി. അതുപോലെ തന്നെ നരേൻ കൊടുത്ത ഇന്റർവ്യൂവിൽ നരേനും കാളിദാസ് ജയറാമും ജോർജ് മാരിയനും ഈ ഷോർട്ട് ഫിലിമിൽ ഉണ്ടാകുമെന്നും ഉറപ്പു പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നോ എന്താണെന്നോ ഒരു വ്യക്തതയും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്തത് വാടിവാസലിന്റെ കാര്യമാണ്. വാടിവാസൽ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ പ്രോജക്റ്റ് നിന്നുപോയി, ഇത് സൂര്യനെ വെച്ചാണ് ചെയ്യുന്നത് എന്നൊക്കെ. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമല്ല. ശരിക്കും വാടിവാസൽ പ്രോജക്റ്റ് ഓൺ തന്നെയാണ്. സൂര്യ തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ നായകൻ സൂര്യ തന്നെയാണ്. വിടുതലെ പാർട്ട് 2-ന് ശേഷം വെട്രിമാരൻ ഈ പ്രോജക്റ്റിലേക്ക് ഇരിക്കും എന്നാണ് പറയുന്നത്. വെട്രിമാരൻ എന്ന സംവിധായകൻ വെറുതെ ഒരു അനൗൺസ്മെന്റ് നടത്താറില്ല. ഒരു പ്രോജക്റ്റും അങ്ങനെ നടത്തിയിട്ടുമില്ല. വെട്രിമാരന്റെ ചില കമ്മിറ്റ്മെന്റുകളുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന വിടുതലെ പാർട്ട് 2-ന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരൈവൻ മികപ്പെരിയവൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതിനുശേഷം വാടിവാസൽ പ്രൊജക്ട് ഓൺ ആയിരിക്കും. അത് വെട്രിമാരൻ തന്നെ കൺഫർമേഷൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വാടിവാസൽ എന്ന് പറയുന്ന പ്രൊജക്ട് ഇതുവരെയും ഉപേക്ഷിച്ചിട്ടില്ല. ഇനി അടുത്തത് സൂര്യ 44. ഇനി അങ്ങോട്ട് സൂര്യയുടെ വരാനുള്ള ലൈനപ്പ് എന്ന് പറയുന്നത് കിഡിലൻ ലൈനപ്പാണ്. കോളിവുഡ് ആരാധകർ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2 കോമ്പിനേഷനാണ്. ഒന്ന് കാർത്തിക് സുബ്രാജ് വിജയ് കോംബോ, 2 കാർത്തിക് സുബ്രാജ് സൂര്യ കോംബോ. അതിലൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. സൂര്യ 44 എന്നാണ് താൽക്കാലികമായി ചിത്രത്തിന് ഇട്ടിരിക്കുന്ന പേര്. നമുക്കറിയാം കാർത്തിക് സുബ്രാജിനെ പോലെ ഒരു ഡയറക്ടറായി സൂര്യനെ കിട്ടുമ്പോൾ എന്താണ് നമുക്കുണ്ടാകുന്ന പ്രതീക്ഷ എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ സിനിമയുടെ അപ്ഡേറ്റ് എന്ന് പറയാൻ സാധിക്കുന്നത് വിജയ് സേതുപതി ഈ സിനിമയിൽ ജോയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാർത്തിക് സുബ്രാജ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യങ്ങളിലൊന്നായ ബോബി സിംഹയും ഈ സിനിമയിൽ ഒരു വേഷം ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലയാളികളുടെ പ്രിയ നടനായ ജോജു ജോർജും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിനു മുന്നേ കാർത്തിക് സുബ്രാജിന്റെ ജഗമേതന്ത്രൻ എന്ന സിനിമയിലും ജോജു ജോർജ് ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമയിലെ ഹീറോയിനായിട്ട് പൂജ ഹെഡ്ജിനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ള വാർത്തകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ജൂലൈ 2-ാം വാരം ആൻഡമാനിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. ഇതിനോടൊപ്പം തന്നെ എൻവിറോൺമെന്റൽ ഇഷ്യൂ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടാണ് സിനിമയുടെ എന്ന് കാർത്തിക് സുബ്രാജ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒന്നും ആ സിനിമയെ പറ്റി റിവീൽ ചെയ്തിട്ടില്ല.
തലപതി 69 എച്ച് വിനോദ് തലപതി വിജയ് കോമ്പിനേഷനിൽ വരുന്ന പ്രൊജക്റ്റാണ് തലപതി 69. ഈ പ്രൊജക്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് RRRന്റെ പ്രൊഡ്യൂസറായ KVN പ്രൊഡക്ഷൻസ് ആണ്. നമുക്കറിയാവുന്നതാണ്. ഇതിനോടകം തന്നെ ഈ സിനിമയുടെ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പകുതിയും റൂമറാണ്. ഈ സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് അനിരുദ്ധും ഈ സിനിമയിലെ ഹീറോയിനായിട്ട് മലയാളിയായ അപർണ ബാലമുരളിയെയും സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ. എന്നാൽ ഈ വാർത്തകൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. തഗ് ലൈഫ് 36 വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും മണിരത്നവും ഒരുമിക്കുന്ന സിനിമയാണ് തഗ് ലൈഫ്. ലിയോ എന്ന സിനിമയെക്കാളും കൂടുതൽ പ്രീ ബിസിനസ് കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. സിലംബരസൻ, ജയം രവി, തൃഷ എന്നുള്ളവരാണ് ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. AR റഹ്മാനാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. സ്റ്റൺ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അൻപറയു മാസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ സിനിമയുടെ റിലീസ് 5 ഭാഷകളിലായിരിക്കും എന്ന് ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കും. 2024 നവംബർ മാസത്തിൽ തിയേറ്റർ റിലീസ് ഉണ്ടാകും എന്നാണ് ഇതുവരെ അറിയാൻ കഴിയുന്ന വാർത്തകൾ. ഇനി ഇന്ത്യൻ 2 ഒരുപാട് നാളായിട്ടുള്ള കാത്തിരിപ്പാണ് ഇന്ത്യൻ 2ന്റെ റിലീസ് എന്ന് വരും എന്നുള്ളത്. ഇതിനോടകം തന്നെ ട്രെയിലർ റിലീസ് ചെയ്തിരുന്നു. അതോടുകൂടി ഒരുപാട് ഹൈപ്പാണ് ഈ സിനിമയ്ക്ക് കയറിയിരുന്നത്. നേരത്തെ പറഞ്ഞത് പ്രകാരം ജൂലൈ 12-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് വന്നിരുന്നത്. അപ്പോൾ ജൂലൈ 12-ാം തീയതി തന്നെ സിനിമ തിയേറ്ററിൽ എത്തുമെന്ന് സംവിധായകൻ ശങ്കർ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അതുപോലെ മെയ് 22-ന് സിനിമയുടെ ഫസ്റ്റ് സിംഗിളും ഉണ്ടാകുമെന്നും സംവിധായകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയെ സംബന്ധിച്ച് അറിയാൻ സാധിച്ച് ഈ സിനിമയ്ക്ക് മൊത്തം 3 വേർഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ 2ഉം 3ന്റെയും പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ 2ന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏകദേശം ഫൈനൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നടക്കാനുള്ള കുറച്ച് VFX വർക്കുകൾ മാത്രമാണ്. സംവിധായകനായ ശങ്കർ ഇപ്പോൾ 3 സിനിമകളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ്. 1 ഇന്ത്യൻ 2ഉം 2 ഇന്ത്യൻ 3യും 3 ഗെയിം ചേഞ്ചർ എന്ന രാംചരൺ ചിത്രവും. അപ്പോൾ ഈ സിനിമകളുടെ എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ 2 റിലീസ് ചെയ്യാൻ ഡിലേ ആകുന്നത്. എന്തായാലും ഇന്ത്യൻ 2 ജൂലൈ മാസം 12-ാം തീയതി റിലീസ് ചെയ്തിരിക്കും. അങ്ങനെ മാർക്ക് ആന്റണിക്ക് ശേഷം സംവിധായകൻ ആദിക് രവിചന്ദ്രൻ തല അജിത്തിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഒരു മുഴുനീള ആക്ഷൻ സിനിമയാണ് ഇതൊന്ന് പോസ്റ്റർ തന്നെ വ്യക്തമാണ്. എന്തായാലും പോസ്റ്ററിന് വമ്പം വരവേൽപ്പാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗില്ലിക്ക് പുറമെ ദളപതി വിജയുടെ അടുത്ത ചിത്രം കൂടി റീ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റീ റിലീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ട്രെൻഡ് ആകണമെങ്കിൽ ദളപതി വിജയുടെ സിനിമകൾ തന്നെ വരണം. അതാണ് അതിൻ്റെ അകത്തുള്ള മെയിൻ ഹൈലൈറ്റ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു വിജയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രമായ ഗില്ലി റീ റിലീസ് ചെയ്തത്. ശരിക്കും ഈ പരിപാടി തിയേറ്റർ ഓണേഴ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഏകദേശം 25 കോടിയോളം അടുത്ത് സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ്. അതും ഒരിക്കൽ റിലീസ് ചെയ്ത സിനിമ വീണ്ടും പ്രദർശിപ്പിച്ച് അതൊരു വിജയമാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ റീ റിലീസ് എന്ന് പറയുന്നത് ഒരു നല്ല ബിസിനസ് സാധ്യതയാണ്. നമുക്കറിയാം 2000-ന്റെ തുടക്കം തൊട്ട് വിജയുടെ കരിയർ എടുത്തു നോക്കിയാൽ ഇവിടം വരെ ഏകദേശം സൂപ്പർ ഹിറ്റ് സിനിമകൾ, അതും ബിസിനസ് വൈസ് സൂപ്പർ കളക്ഷൻ നേടിയ സിനിമകൾ മാത്രമാണ് പുള്ളി ചെയ്തിട്ടുള്ളൂ. വിജയ് തന്നെ തമിഴ്നാട്ടിൽ റെക്കോർഡിട്ട് വിജയ് തന്നെ അത് ബ്രേക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് നല്ല ചിത്രങ്ങൾ അന്ന് തന്നെ റിലീസായിട്ടുണ്ട്. വിജയുടെ സിനിമകൾ എന്ന് പറയുന്നത് ആഘോഷമാണ്, അന്നായാലും ഇന്നായാലും. അങ്ങനെ നോക്കുമ്പോൾ വിജയ് എന്ന നടൻ്റെ സിനിമാ കരിയറിൽ ഗില്ലിക്ക് ശേഷവും ഗില്ലിക്ക് മുൻപ് എന്ന് അറിയപ്പെടും. 2004-ൽ അതായത് 20 വർഷം മുന്നേ റിലീസായ ഗില്ലി എന്ന് പറഞ്ഞ സൂപ്പർ ആക്ഷൻ സിനിമ തമിഴിലെ ആദ്യത്തെ 50 കോടി ചിത്രമായിരുന്നു. എന്നാൽ 20 വർഷത്തിന് ശേഷം അതേ സിനിമ പുറത്തിറക്കിയപ്പോൾ ഏകദേശം 25 കോടിയോളം അടുത്ത് സിനിമ കളക്ട് ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ ഗില്ലിക്ക് പിന്നാലെ മറ്റൊരു വിജയ് ചിത്രം കൂടി റീ റിലീസിന് ഒരുങ്ങിയാണ്. 15 വർഷങ്ങൾക്ക് മുൻപേ 2009-ൽ തിയേറ്റർ റിലീസ് ചെയ്ത AC മുകിലിന്റെ തിരക്കഥയിൽ പ്രഭുദേവ സംവിധാനം ചെയ്ത വില്ല് ആണ് അടുത്തതായി വിജയുടെ റീ റിലീസിന് ഒരുങ്ങുന്ന സിനിമ. വിജയുടെ 50-ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ് വില്ല് സിനിമ റീ റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 2024 ജൂൺ 22-നാണ് ചിത്രം പ്രദർശിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഗില്ലി തൂക്കിയത് ഈ വർഷം റിലീസ് ചെയ്ത തമിഴ് സിനിമകളെക്കാൾ കൂടുതൽ കളക്ഷനായിരുന്നു. ഇന്ത്യയിൽ റീ റിലീസ് ചെയ്ത സിനിമകളിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിലും ഇപ്പോൾ ഗില്ലി ഇടം നേടിയിരിക്കുകയാണ്. കൂലി. അങ്ങനെ ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജ് എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കൂലി. നമുക്കറിയാം സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് ഈ ചിത്രത്തിലെ നായകൻ. ലോകേഷിൻ്റെ എല്ലാ സിനിമകളെയും പോലെ തന്നെ ഈ സിനിമയ്ക്കും ഒരു ടൈറ്റിൽ പ്രൊമോ സോങ് വീഡിയോ ഉണ്ടായിരുന്നു. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ട്രെൻഡിങ് ആയി കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ കൂലി എന്ന ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കേസ് കൊടുത്തിരിക്കുന്നത് മറ്റാരുമല്ല, പ്രശസ്ത സംഗീത സംവിധായകനായ ഇളയരാജയാണ്. കൂലിയുടെ പ്രൊമോ സോങ് വീഡിയോയിൽ അനുവാദം ഇല്ലാതെ തൻ്റെ ഗാനം ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് ഇളയരാജയുടെ കംപ്ലൈൻറ്റ്.
കൂലിയുടെ സംഗീത സംവിധായകനായ അനിരുദ്ധ്, ചിത്രത്തിന്റെ സംവിധായകനായ ലോകേഷ് കനകരാജ്, നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സ് എന്നിവർക്കെതിരെയാണ് ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമുക്കറിയാം റോക്ക് സ്റ്റാർ അനിരുദ്ധിനെതിരെ വരുന്ന ആദ്യത്തെ കംപ്ലൈൻ്റ് ഒന്നും അല്ല ഇത്. അതുകൊണ്ട് ഇതൊന്നും സൺ പിക്ചേഴ്സ് സാരമാക്കി എടുക്കുമെന്ന് തോന്നുന്നില്ല. കൂലി എന്ന ചിത്രത്തിന്റെ വമ്പൻ അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. രൺബീർ സിംഗ് ചിത്രത്തിലൊരു വേഷം ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു സൂപ്പർ താരം സിനിമയിൽ ഉണ്ടാകും എന്നും പറഞ്ഞിരിക്കുകയാണ് ലോകേഷ്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ അറിയിക്കുന്നതായിരിക്കും. ഇനിയും കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് പിൻ ചെയ്ത് ലൈക്ക് ചെയ്യുക.